ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ വീഡിയോയോട് കൂടി പുതിയൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് സീരീസ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. വിയറ്റ്നാമാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ വിയറ്റ്നാമിലെ മേജർ 3 സിറ്റീസ് കവർ ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിറ്റീസ് തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉള്ളത് കാരണം ഇൻറ്റേർണൽ ഫ്ലൈറ്റ്സാണ് ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത്. ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഹോച്ചിമിൻ സിറ്റിയിലോട്ടാണ് പോയത്. അവിടെ ഞങ്ങളൊരു 4 ഡേയ്സ് സ്റ്റേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ദനാങ്ങിൽ ഒരു 2 ഡേയ്സ് സ്റ്റേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഹനോയിലോട്ടാണ് പോയത്. അവിടെ ഒരു 5 ഡേയ്സ് ആയിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റിട്ടേൺ ബാംഗ്ലൂരിൽ വന്നു. അപ്പോൾ ഓരോ സിറ്റിയിലെയും സ്റ്റേയും ബാക്കി ഡീറ്റെയിൽസും സൈറ്റ് സീയിങ്ങും ഒക്കെ ഞാൻ ഓരോ വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഞങ്ങളിതേ ഹോച്ചിമിൻ സിറ്റിയിലെത്തി. ഫുഡ് മുഖ്യം ബിഗില എന്ന മുദ്രാവാക്യമായിട്ട് ഞങ്ങൾ നേരെ പോയത് അവിടെ ഒരു റെസ്റ്റോറൻറ്റിലാണ് സീ ഫുഡ് കഴിക്കാനായിട്ട്. തായ്ലൻഡും വിയറ്റ്നാമും ഒക്കെ സീ ഫുഡിനാണല്ലോ ഫേമസ്. അങ്ങനെ ഞങ്ങൾ ക്യാബ് ഡ്രൈവറിൻ്റെ ഒരു അഡ്വൈസ് പ്രകാരമാണ് ഈ റെസ്റ്റോറൻറ്റിലോട്ട് വന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ലൈവായിട്ടാണ് സീ ഫുഡ്സ്, അതായത് ക്രാബും പിന്നെന്താ നമ്മുടെ കക്ക, പല ടൈപ്പിലെ കുറേ ഫിഷസും കുറേ ഷെൽ ഫിഷും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറേ എണ്ണം പേര് പോലും അറിയില്ല, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തൽക്കാലം പ്രോൺസും ക്രാബും ഒക്കെയാണ് വാങ്ങിയത്. നാട്ടിലെ പോലെ മസാലയൊന്നും ആഡ് ചെയ്യാത്തൊരു കുക്കിംഗ് സ്റ്റൈലായത് കാരണം ഞങ്ങൾ പ്രോൺസും ക്രാബും ഒക്കെ ഡീപ്പ് ഫ്രൈഡ് ആണ് പറഞ്ഞത്. അപ്പോൾ അവർ സെർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ ക്രാബൊക്കെ ആണെങ്കിൽ അത് പൊട്ടിക്കാനുള്ള ടൂൾസൊക്കെ അവർ തന്നെ തരും. പിന്നെ ഗ്ലൗസ് ഉണ്ടാവും, പിന്നെ വെറ്റ് ടിഷ്യൂ. എല്ലാ റെസ്റ്റോറൻറ്റിലും അവർ നമുക്ക് വെറ്റ് ടിഷ്യൂവും നമുക്ക് ഒപ്പം തരും. ഈസ്റ്റേൺ ഗ്രാൻഡ് സൈഗൺ, ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത്. സൈഗൺ എന്നത് ഹോച്ചിമിൻ സിറ്റിയുടെ ഓൾഡ് നെയിമാണ്. ഇതൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. നാട്ടിലെ പോലെയല്ല, വിയറ്റ്നാമിൽ നമുക്ക് സ്റ്റേ ഒക്കെ നല്ല ചീപ്പറായിട്ട് കിട്ടും. ഒരു 3000-5000 റേഞ്ചിൽ നല്ല 5 സ്റ്റാർ സ്റ്റേസ് ഒക്കെ നമുക്ക് കിട്ടും. റിസപ്ഷനിൽ നിന്ന് മറ്റു ഫ്ലോറിലോട്ടൊക്കെ പോകണമെങ്കിൽ നമുക്കിവിടെ ലിഫ്റ്റിലെ കീ കാർഡ് ഇതുപോലെ ഇങ്ങനെ കാണിക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് ഫ്ലോറ് ഞെക്കിക്കഴിഞ്ഞാൽ ആ ഫ്ലോറിലോട്ട് ലിഫ്റ്റ് പോകത്തുള്ളൂ. എൻ്റയർ കോറിഡോറിലും ഫ്ലോറിലും ഒക്കെ ഇവിടെ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ലക്ഷറി ഫീൽ ഉണ്ടാവും. പിന്നെ ഇവിടെ നിറയെ പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നമ്മൾ ശരിക്കും ഒരു പഴയ ഒരു തറവാട്ട് വീടിലോട്ടൊക്കെ പോകുന്ന ഒരു സെറ്റപ്പാണ്. ഭയങ്കര ഒരു ആഢ്യത്തമുള്ളൊരു റൂമാണ്. പിന്നെ അത്യാവശ്യം കബോർഡ് ഏരിയയും സ്റ്റോറേജ് ഏരിയയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വർക്കിംഗ് സ്പേസ് പോലെ ഒരു ടേബിളും ചെയറും ഒക്കെ ഉണ്ടായിരുന്നു. TV, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. മിനി ഫ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു. ബാൽക്കണിയിൽ നിന്ന് പിന്നെ അത്ര വ്യൂ ഇല്ല. അത് നെക്സ്റ്റ് ബിൽഡിങ്ങിൻ്റെ തന്നെ അല്ലെങ്കിൽ ഒരു റോഡിൻ്റെ ഒരു വ്യൂ ആണ്. ഒന്ന് ഫ്രഷൊക്കെ ആയി ഈവനിങ് ഞങ്ങൾ പുറത്തോട്ട് പോയി. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും ട്രാഫിക് റൂൾസൊക്കെ പാലിച്ചാണ് പോകുന്നത്. അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇവിടുത്തെ റോഡ്സൊക്കെ ഭയങ്കര ക്ലീനാണ്. എല്ലാം നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നേരെ പോയത് സൈഗൺ സിറ്റി സെൻറ്ററിലോട്ടാണ്. ഹോച്ചിമിൻ സിറ്റിയിലെ ഹാപ്പനിങ് പ്ലേസ് എന്ന് തന്നെ പറയാം. ഇവിടെ എല്ലാവരും ഷോപ്പിങ്ങിനൊക്കെ വരുന്നൊരു ഏരിയ ആണ്. സിറ്റി നന്നായി പരിചയപ്പെടാൻ സിറ്റി റൈഡാണല്ലോ ബെസ്റ്റ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് നെക്സ്റ്റ് ഡേയിലോട്ട് മാറ്റിയിട്ട് ഒരു ഓപ്പൺ സിറ്റി ബസ് റൈഡ് ഓപ്റ്റ് ചെയ്തു. പെർ ഹെഡ് അറൗണ്ട് ഒരു 500 rupees ഒക്കെ ആയി. പക്ഷേ റൈഡ് നല്ല അടിപൊളി റൈഡായിരുന്നു. വർത്ത് ദ മണി എന്ന് തന്നെ പറയാം. ബസ് ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നല്ല പാർട്ടി മോഡിലായിരുന്നു. പിന്നെ ടിക്കറ്റിനൊപ്പം തന്നെ നമുക്കൊരു ഹെഡ്സെറ്റൊക്കെ തരും. റൈഡിനിടയ്ക്ക് വരുന്ന ഓരോ ലൊക്കേഷനും ബിൽഡിങ്ങിൻ്റെയും ഒക്കെ ഹിസ്റ്ററിയും ഇമ്പോർട്ടൻസും ഒക്കെ നമുക്ക് അതിലൂടെ കേൾക്കാൻ പറ്റും. നൈറ്റ് ആയതുകൊണ്ട് സിറ്റി അടിപൊളി വ്യൂ ആയിരുന്നു. ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് ബിൽഡിങ്സും ഒക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ നല്ല തണുത്ത കാറ്റുമായിട്ട് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഈ റൈഡ്. കൊള്ളാല്ലേ?
വിയാൻ എവിടെ? വിയാൻ ഞങ്ങൾ പോയത് വിയറ്റ്നാമിലെ ലൂണാർ ന്യൂ ഇയർ ടൈമിലാണ്. അപ്പോൾ ഓൾറെഡി ഉള്ള ലൈറ്റിനൊപ്പം ഇവർ ന്യൂ ഇയറിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻസും അങ്ങനത്തെ ലൈറ്റും ഒക്കെ ആയിട്ട് എല്ലാം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ഉണ്ട്, നിറയെ ഇങ്ങനത്തെ ന്യൂ ഇയർ ഡെക്കറേഷൻസ് ഒക്കെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ കൂടുതലും റെഡ് കളർ ആയിട്ടുള്ള ഐറ്റംസ് ആയതുകൊണ്ട് കാണാനും ഒക്കെ നല്ല ഭംഗിയാണ്. പിന്നെ നിറയെ ഇങ്ങനെ ഗിഫ്റ്റ് റാപ്സ് ഒക്കെ ചെയ്ത് കുറേ ഗിഫ്റ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും ഇതൊരു റൗണ്ട് ട്രിപ്പാണ്. നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെയാണ് ഇവർ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ബൂയി വെയിൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രീറ്റാണ്. അപ്പോൾ അത് ഞങ്ങൾ ഓൺ ദ വേയിൽ തന്നെയാണെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇവരോട് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അവരവിടെ ഡ്രോപ്പ് ചെയ്ത് തന്നു. ഇതാണ് ബൂയി വെയിൻ വാക്കിംഗ് സ്ട്രീറ്റ്. നമ്മൾ തായ്ലൻഡിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് തന്നെയാണ്. ഇവിടെ നമുക്ക് ഫുഡ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്, ബാർ, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ തായ്ലൻഡിലൊക്കെ കാണുന്ന പോലെ എല്ലാ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഫ്രണ്ടിൽ കുറേ പേര് ചില പാട്ട് പാടുന്നവരുണ്ടാവും, ഡാൻസ് ചെയ്യുന്നവരുണ്ടാവും. തായ്ലൻഡിൽ കാണാത്തൊരു സ്പെഷ്യലായിട്ടൊരു ഇത് കണ്ടത്, ഇവിടെ ജെൻസും ഡാൻസിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ശരിക്കും നല്ല ബോഡിയൊക്കെ ആയിട്ട് അവർ ഡാൻസ് ചെയ്യുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ നിന്നും ഞങ്ങൾ സീ ഫുഡൊക്കെ തന്നെയാണ് ട്രൈ ചെയ്തത്. ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോയി. പിന്നെ റൂമിനടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിലെ ഫുഡ് മാത്രം ട്രൈ ചെയ്തപ്പോഴല്ലോ നമുക്ക് സ്നാക്സും ചോക്ലേറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യേണ്ടതെന്ന് കരുതി ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഗ്രീൻ ടീ ഫ്ലേവർ കിറ്റ്കാറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീൻ ടീ നമുക്ക് കുടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ ചോക്ലേറ്റ് കഴിക്കുന്ന കാര്യം ഒരു കാശിനും അത് കൊള്ളത്തില്ലായിരുന്നു. പിന്നെ എല്ലാം ട്രൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത വീഡിയോ നമ്മളുടെ ഹോച്ചിമിൻ സിറ്റിയിലെ ഷോപ്പിംഗ് ഏരിയാസൊക്കെയാണ്. ആരും മിസ് ചെയ്യരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.